Hello, this is designer Abhisha and welcome to my channel. ഇന്നും ഞാനൊരു ബ്രൈഡൽ ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ വണ്ണമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പ്ലസ് സൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അതും അല്ലെങ്കിൽ കുറച്ച് തടിയുള്ള ആളുകൾക്ക് ബ്രൈഡൽ വെയർ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ടിപ്സാണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ അമർത്തുക. ഇതുകൂടാതെ ഞാൻ കുറേ ബ്രൈഡൽ വെയർസിൻ്റെ ടിപ്പ് ഇട്ടിട്ടുണ്ട്. അതായത് മെലിഞ്ഞിട്ടുള്ള ആളുകൾക്ക് സ്കിൻ ടോൺ അനുസരിച്ച്, ബോഡി ഷേപ്പ് അനുസരിച്ച്, ഹൈറ്റ് അനുസരിച്ച്, ഇങ്ങനെ ഓരോ കാറ്റഗറിയിൽ ബ്രൈഡൽ ടിപ്സ് പറഞ്ഞിട്ടുണ്ട്. ബ്രൈഡൽ വെയർ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊരു ബ്രൈഡ് ആവാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ആ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അതുകൂടെ ഒന്ന് പോയി കാണാം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ കുറച്ച് ഈ മെലിഞ്ഞ കുട്ടികളെക്കാളും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന തടിച്ച ആളുകൾക്കാണ് എങ്ങനെയാണ് ബ്രൈഡൽ വെയർ ചൂസ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഏറ്റവും കോമൺ ഡൗട്ടാണിത്. എങ്ങനെയാണ് വണ്ണമുള്ള ആളുകളുടെ ബ്രൈഡൽ ടിപ്പ് ചൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. അതിൽ വെരി ഫസ്റ്റ് പോയിന്റാണ് മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ മെലിഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്ന മെറ്റീരിയൽ എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് വണ്ണമുള്ള ആളുകൾക്കും മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ മെറ്റീരിയലിൻ്റെ മുകളിൽ ഓവർ വെയിറ്റ് ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഓൾറെഡി വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇനി മെറ്റീരിയലിനും കൂടെ വെയിറ്റ് ഓൾറെഡി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് കിലോസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു എന്താ പറയുക ഉള്ളതിനേക്കാൾ കൂടുതൽ വണ്ണം തോന്നിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഫ്ലോയി ആയിട്ടുള്ള തിന്നായിട്ടുള്ള മെറ്റീരിയൽസിലേക്ക് മാറുക. അതായത് റോ കോട്ടണോ അല്ലെങ്കിൽ പ്യോർ സിൽക്കോ പോലുള്ള മെറ്റീരിയൽ, അതൊക്കെ കട്ടിയുള്ള മെറ്റീരിയൽസ് ആണ്. അങ്ങനത്തെ മെറ്റീരിയൽസ് ഒഴിവാക്കിയിട്ട് മാക്സിമം തിന്നായിട്ടുള്ള സെമി സിൽക്കുകൾ അല്ലെങ്കിൽ ക്രേപ്പ് സിൽക്ക്, സാറ്റിൻ അങ്ങനത്തെ മെറ്റീരിയലിലേക്ക് കൂടുതലായിട്ട് പോവുക. ജോർജറ്റിലൊക്കെ ഇപ്പോൾ നല്ല ബ്രൈഡൽ വെയർ ആക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് വരുന്നുണ്ട്. അങ്ങനത്തെ മെറ്റീരിയൽസിലേക്ക് പോവുക. അതുപോലെ തന്നെ വർക്കുള്ള മെറ്റീരിയലാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഹെവി വർക്കുള്ള മെറ്റീരിയൽ ദയവ് ചെയ്ത് നിങ്ങൾ ചൂസ് ചെയ്ത്, എക്സ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് ടോപ്പിൽ ഒരിക്കലും ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്ത് ടോപ്പിൻ്റെ ഏരിയയിലാണ് നമുക്ക് കൂടുതൽ വണ്ണം ഉള്ളതുപോലെ ഫീൽ ചെയ്യുക. അപ്പോൾ അത് ഒരിക്കലും ചൂസ് ചെയ്യാതിരിക്കുക. അതാണ് വെരി ഫസ്റ്റ് പോയിന്റ്. മെറ്റീരിയൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. വെൽവെറ്റ് പോലെയുള്ള മെറ്റീരിയലൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നിങ്ങൾക്ക് വണ്ണം ഉണ്ടെങ്കിൽ. സ്കേർട്ടിൻ്റെ കേസിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, പക്ഷേ ടോപ്പ് ഒരിക്കലും വെൽവെറ്റ് എടുക്കരുത്. സ്കേർട്ടും എടുക്കാത്തതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. റെഡിമെയ്ഡ്സ് ഒക്കെ വെൽവെറ്റിലാണ് അധികം വരുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഇതാണ് വെരി ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കസ്റ്റം മെയ്ഡ് ഡ്രസ്സുകളിലേക്ക് മാക്സിമം ശ്രദ്ധ ചെലുത്തുന്നത് വളരെ നന്നായിരിക്കും. റെഡിമെയ്ഡ് ഡ്രസ്സിനെക്കാട്ടും കൂടുതലായിട്ട് കസ്റ്റം മെയ്ഡ് ഡ്രസ്സ്. നിങ്ങളിപ്പോൾ ഒരു ബൊട്ടിക്കിൽ പോയിട്ട് ഡിസൈൻ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒരു ഡിസൈനർ അടുത്ത് പോയി ഡിസൈൻ ചെയ്യണമെന്നൊന്നും ഞാൻ നിർബന്ധം പറയുന്നില്ല. പക്ഷേ ഇനിയിപ്പോൾ നിങ്ങളൊരു ടൈലറെ കൊണ്ടാണ്, ഒരു സാധാ ലോക്കൽ ടൈലർ കൊണ്ടാണ് സ്റ്റിച്ച് ചെയ്യിക്കുന്നതെങ്കിലും നോ പ്രോബ്ലം. പക്ഷേ അത് കസ്റ്റം മെയ്ഡ് ആയിരിക്കണം. നിങ്ങളുടെ ബോഡി ഫിറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ബോഡി ഷേപ്പിനനുസരിച്ച് തന്നെ അത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചെടുക്കുക. അതുകൂടാതെ ഞാൻ ഈ പറയുന്ന എന്താ പറയുക ഈ ഒരു മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ട് വേണം നിങ്ങൾ മെറ്റീരിയൽ ചൂസ് ചെയ്യാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ. അപ്പം നമുക്ക് ചേരുന്ന മെറ്റീരിയൽ, ചേരുന്ന വർക്കുകൾ നമുക്ക് എടുക്കാൻ പറ്റും കസ്റ്റം മെയ്ഡ് ആകുമ്പോൾ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നിങ്ങൾ മസ്റ്റായിട്ടും കസ്റ്റം മെയ്ഡ് ഡ്രസ്സുകളുടെ കൂടെ പോവുക. ഒരിക്കലും റെഡിമെയ്ഡ് എടുക്കാൻ മെനക്കെടരുത്. റെഡിമെയ്ഡിൽ രണ്ട് പ്രശ്നം വരുന്നുണ്ട്. ഒന്നാമത് മെറ്റീരിയൽ എല്ലാം നമ്മൾ പറയുന്ന പോലെ ഒത്തു വരണമെന്നില്ല. ഒന്നാമത്തെ പ്രശ്നം അതാണ്. രണ്ടാമത്തെ പ്രശ്നം അതിൻ്റെ പാറ്റേൺ ചിലപ്പോൾ നമ്മുടെ ബോഡിക്ക് പറ്റിയതായിരിക്കില്ല. ആ പാറ്റേൺ അനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അത് ഇടുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. കൂടുതലായിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ കസ്റ്റം മെയ്ഡ് ഡ്രസ്സിന് ആയിട്ട് പോവുക. അതായിരിക്കും കൂടുതൽ ബെറ്റർ. ഇനി മൂന്നാമത്തെ പോയിന്റാണ് പറയാൻ പോകുന്നത്. തേർഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നിർബന്ധമായിട്ടും നിങ്ങളൊരു ഷേപ്പ് വെയർ യൂസ് ചെയ്യുക. ഷേപ്പ് വെയർ യൂസ് ചെയ്യുന്നത് ഒരു വലിയ തെറ്റോ ഒരു വലിയ മോശപ്പെട്ട കാര്യമായിട്ടോ ഒന്നും വിചാരിക്കേണ്ട. ഷേപ്പ് വെയർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ ഇനി ഡെയിലി യൂസിന് എടുക്കണ്ട, അല്ലെങ്കിൽ ഇതിന് ശേഷം മറ്റൊരു കേസിൽ നിങ്ങൾ അത് യൂസ് ചെയ്യണ്ട. പക്ഷെ നിർബന്ധമായിട്ട് നിങ്ങളെ വെഡിങ് ഡേ സാരിയുടെ കൂടെ ഷേപ്പ് വെയർ ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. അല്ലാതെ നമ്മളിപ്പോൾ ലെഹങ്ക ഒരു ഗൗണോ യൂസ് ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ടും നിങ്ങൾ ഷേപ്പ് വെയർ യൂസ് ചെയ്യുക.
അത് ഒരുപാട് നമ്മളെ അൾട്രാ സ്കിന്നി ആക്കൊന്നുമില്ല, പക്ഷെ ഒരു വിധം വരെ നമുക്കൊരു ഷേപ്പ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. വയറൊക്കെ ചാടിയിട്ടുള്ള ആളുകളാണെങ്കിൽ വയറൊക്കെ ഒന്ന് ഉള്ളോട്ട് കുറച്ച് ഒരു ശകലോട്ട് തള്ളി വെക്കാനും, അതുപോലെ നമ്മുടെ വയറല്ലാതെ നമ്മുടെ ഈ നടുവിൻ്റെ ഇവിടെ പുറത്തെ ഭാഗത്തൊക്കെ ഫ്ലഷ് ഉണ്ടാവും. അപ്പം നമുക്ക് എവിടെയാണോ നമുക്ക് കൂടുതൽ വണ്ണം ഉള്ളത്, എവിടെയാണോ നമുക്ക് മാംസം ഉള്ളത്, ആ ഒരു ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഷേപ്പിയർ പല മോഡൽ അവൈലബിൾ ആണ്. അതിനുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാൻ എൻ്റെ ചാനലിൽ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഷേപ്പിയർ പല മോഡലിലുണ്ടാവും. ഇപ്പോൾ താഴോട്ട് മാത്രമുള്ളത്, വയറ് മാത്രമുള്ളത്, അങ്ങനെ പല മോഡൽ ഷേപ്പിയേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ബോഡിയുടെ ഘടന അനുസരിച്ച് ഒരു ഷേപ്പിയർ മസ്റ്റായിട്ടും നിങ്ങൾ പർച്ചേസ് ചെയ്യുക, ഒരു ഷേപ്പിയർ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തേ മതിയാവും. അതാണ് അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, ഈ പാഡുകളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. തടിയുള്ള ആളുകൾക്ക് ഓൾറെഡി ബ്രസ്റ്റ് ഒക്കെ ഉണ്ടാവും, ഒരു 80% കേസിൽ അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ള ആളുകൾ ഈ ബ്രൈഡൽ വെയർസിൻ്റെ പാഡഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾ നല്ലൊരു എന്താ പറയുക, കുറച്ച് സ്റ്റാൻഡേർഡുള്ള ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ബ്രാ വാങ്ങി യൂസ് ചെയ്യാന്നല്ലാതെ പാഡഡ് ആയിട്ടുള്ള ബ്രാസോ അല്ലെങ്കിൽ പാഡഡ് ആയിട്ടുള്ള ടോപ്പുകളോ യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക. ആ പാഡൻ നമുക്കൊരു എക്സ്ട്രാ കിലോ ആണ് ആഡ് ചെയ്യുന്നത്, അത് വേണ്ട. അതിന് പകരം നോർമൽ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ബ്രസ്റ്റ് ഷേപ്പ് മതിയെന്ന് വെക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിൻസസ് കട്ടോ അല്ലെങ്കിൽ ഡാർട്സോ ഒക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് ആ ഒരു പാഡ് വെക്കുന്ന അതേ എഫക്റ്റ് തന്നെ നോർമൽ ബ്രസ്റ്റിനും വരും. നല്ലൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള ബ്രാ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഹീല് പർച്ചേസ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എത്ര ഹൈറ്റ് കുറയുന്നുവോ അത്രയും വണ്ണം കൂടുതലാണ് എപ്പോഴും തോന്നുന്നത്. നമ്മളിപ്പോൾ കുറച്ച് വണ്ണം, എനിക്ക് വണ്ണമുണ്ട് എന്ന് വിചാരിച്ചാൽ എനിക്ക് ഓവർ വണ്ണമല്ല ഉള്ളത്, പക്ഷേ എനിക്ക് ഹൈറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് എന്നെ കാണുമ്പോൾ നല്ല വണ്ണമുള്ള പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതായത് ഹൈറ്റ് എത്ര തന്നെ കുറയുന്നോ അത്രയും നമുക്ക് വണ്ണം കൂടുതൽ ഫീൽ ചെയ്യും, ഈവൻ നമുക്ക് വണ്ണം കുറവാണെങ്കിലും. അപ്പോൾ നമ്മൾ മാക്സിമം ഹൈറ്റ് ആഡ് ചെയ്യണം. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആകുന്ന മാക്സിമം ഹീൽ ലെങ്ത് എത്രയാണോ അത്രയും ഹീൽ ലെങ്ത് ഉള്ള ഒരു ഹീൽ മസ്റ്റ് ആയിട്ടും നിങ്ങൾ പർച്ചേസ് ചെയ്യണം. അപ്പോൾ ലെങ്ത് കൂടുന്ന സമയത്ത് കാണുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ എന്താണ് വണ്ണം കുറവ് ഫീൽ ചെയ്യും. അതാണ് അടുത്ത ടിപ്സ്. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഈ വണ്ണമുള്ള ആളുടെ കേസിൽ കുറേ ടിപ്സ് പറയാനുണ്ട്. അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോകാം. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, സ്കേർട്ടിലുള്ള കൻകൻ ലെയർ മാക്സിമം അവോയ്ഡ് ചെയ്യുക. നമുക്ക് കൻകൻ ലെയർ ഇനി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ മാത്രം ആഡ് ചെയ്യുക. ഒരിക്കലും കൻകൻ ലെയർ മുകളിൽ തൊട്ട് സ്കേർട്ടിൻ്റെ മുകളിൽ മുതൽ ആഡ് ചെയ്യരുത്. കൻകൻ എന്ന് പറഞ്ഞാൽ സ്റ്റിഫ്നെറ്റ് എന്ന് പറയുന്ന സാധനമാണ്. എന്ന് വെച്ചാൽ നമ്മൾ സ്കേർട്ടിൻ്റെ അടിയിൽ സ്കേർട്ടിന് വിരിവ് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ വണ്ണമുള്ള ആളാണെങ്കിൽ സ്കേർട്ടിൻ്റെ മുകളിൽ മുതൽ സ്റ്റിഫ്നെറ്റ് ഇട്ട് കഴിഞ്ഞാൽ സ്കേർട്ട് ഭൂമിന്നിരിക്കും. അപ്പം നിങ്ങൾ ഒന്നുകൂടി ഉരുണ്ടിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൻകൻ ലെയർ ഇനി അഥവാ നിങ്ങൾ വാങ്ങിയ ഡ്രസ്സിലുണ്ടെങ്കിൽ അതെടുത്ത് കളയുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ മിനിമലായിട്ട് ഒരു ചെറിയ എമൗണ്ടിലുള്ള കൻകൻ ലെയർ സ്കേർട്ട് താഴെ മാത്രം കൻകൻ വരുന്ന രീതിയിൽ കസ്റ്റം മെയ്ഡായിട്ട് സ്റ്റിച്ച് ചെയ്യിച്ചിട്ട് നമ്മുടെ ഡ്രസ്സിൻ്റെ ഉള്ളിൽ ഇട്ടാൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, വെഡിങ് ഡ്രസ്സ് പിന്നെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ലെഹങ്ക ഗൗണൊക്കെ പിന്നെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ കൻകൻ ലെയർ ഇല്ലാതെ യൂസ് ചെയ്യാം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ടൈലറെ കണ്ടിട്ട് ഒരു സ്റ്റിഫ്നെറ്റ് ലെയർ വരുന്ന താഴെ മാത്രം സിംഗിൾ ലെയറിൽ കുറച്ച് ബ്ലേഡ്സ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റിഫ്നെറ്റിൻ്റെ സ്കേർട്ട് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിപ്പിക്കുക. അത് എന്നിട്ട് നമ്മുടെ വെഡിങ് ഡ്രസ്സിൻ്റെ ഉള്ളിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഒഴിവാക്കിയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ കൻകൻ ലെയർ ഒരിക്കലും മുകളിൽ നിന്ന് തൊട്ട് തുടങ്ങരുത്. അത് പാഡ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ അപകടകാരിയാണ്. നമ്മൾ ഒന്നുകൂടെ ഉരുണ്ട് കാണാൻ വേണ്ടിയിട്ടാണ് ആ കൻകൻ ലെയർ സഹായിക്കുന്നത്. അപ്പോൾ ഒരിക്കലും കൻകൻ ലെയർ മുകളിൽ നിന്ന് യൂസ് ചെയ്യരുത്. അതാണ് അടുത്ത ടിപ്പ്. ഇനി എംബ്രോയിഡറീസിൻ്റെ കേസിലേക്ക് പോവുകയാണെങ്കിൽ മാക്സിമം സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളിലേക്ക് പോവുക. പ്രത്യേകിച്ച് ടോപ്പിൽ ചെറിയ ചെറിയ വർക്കുകൾ, മെഷീൻ എംബ്രോയിഡറി. ഇനിയിപ്പോൾ ഹാൻഡ് വർക്ക് ആണെങ്കിൽ തന്നെ അധികം എംബോസ്ഡ് അല്ലാണ്ട് ഇരിക്കുന്ന അതായത് പരന്നിരിക്കുന്ന വർക്കുകൾ, ഓവർ എംബോസ്ഡ് വേണ്ട, അമർന്നിരിക്കുന്ന സീക്വൻസിൻ്റെ വർക്കുകൾ. ബീഡ് വർക്ക് ആണെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബീഡ്സിൻ്റെ വർക്ക് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുക നിങ്ങൾക്ക്.
എംബ്രോയിഡറിയുടെ കേസിൽ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. സ്കേർട്ടിൻ്റെ മുകളിലും അത് തന്നെ. പക്ഷേ സ്കേർട്ടിൽ കുറച്ചുകൂടെ ഒക്കെ വർക്ക്സ് ആവാം എന്ന് വിചാരിച്ച് ഓവറായിട്ട് എംബോസ്ഡ് ആയിട്ടുള്ള വർക്കുകളൊക്കെ നിങ്ങൾ മാക്സിമം ഇപ്പോൾ ഫ്ലവേഴ്സൊക്കെ മൊത്തം വെച്ചിട്ട് 3D ഫ്ലവേഴ്സൊക്കെ ആഡ് ചെയ്ത് അങ്ങനത്തെ വർക്ക് മാക്സിമം ഒഴിവാക്കുക. അതുപോലെ എന്താ പറയുക, എംബ്രോയിഡറീസ് ഒക്കെ ആണെങ്കിൽ തന്നെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള വർക്ക്, കുഞ്ഞു കുഞ്ഞു വർക്കുകൾ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും. അതാണ് അടുത്ത ടിപ്പ്. ഇനി വേറൊരു ടിപ്പ് വരുന്നത് സൈസിന്റെ കാര്യമാണ്. നിങ്ങൾ വലിയ വലിയ വർക്കുകൾ ഒരിക്കലും യൂസ് ചെയ്യരുത്. അതായത് വലിയ വലിയ ബുട്ടകൾ, ഇത്ര സ്കേർട്ടിന്റെ മുകളിലൊക്കെ ഇത്ര വലിയ ഡിസൈൻ, അതൊന്നും യൂസ് ചെയ്യരുത്. കുഞ്ഞു കുഞ്ഞു എംബ്രോയിഡറി വർക്കുകൾ, ചെറിയ ചെറിയ ബുട്ടകളുള്ള ഡ്രസ്സ് ചൂസ് ചെയ്യുക. ടോപ്പിന്റെ മുകളിൽ എക്സ്പെഷ്യലി കുഞ്ഞു വർക്കേ കൊടുക്കാൻ പാടുള്ളൂ. സ്കേർട്ടിന്റെ മുകളിൽ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു വർക്കുകളുള്ള ചെറിയ ചെറിയ മോട്ടിഫുകളുള്ള സ്കേർട്ട് വേണം സെലക്ട് ചെയ്യാൻ. വലിയ ഹെവി വർക്ക് ഇടുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, നമ്മുടെ ബോഡിയുടെ വെയിറ്റ് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരാൾക്ക് നമ്മൾ ഒന്നുകൂടെ വണ്ണം ഉള്ള പോലെയാണ് തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് അല്ലാതെ കാഷ്വൽസിൻ്റെ കാര്യത്തിൽ നിർബന്ധമായിട്ടും പാലിക്കേണ്ട ഒരു ടിപ്പാണിത്. വലിയ വലിയ പ്രിന്റുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വണ്ണമുള്ള പോലെയാണ് തോന്നുന്നത്. അപ്പോൾ അത് നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. കുഞ്ഞു കുഞ്ഞു മോട്ടീഫുകൾ സെലക്ട് ചെയ്യാം. പിന്നെ എന്താണ് വേണ്ടത്, അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ വേർട്ടിക്കലായിട്ടുള്ള എന്താ പറയുക, വേർട്ടിക്കലായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് അല്ലെങ്കിൽ വേർട്ടിക്കലായിട്ടുള്ള പ്രിന്റുകൾ, എപ്പോഴും കുത്തനെയുള്ള പ്രിന്റുകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള വർക്കുകൾ അല്ലാതെ ഇങ്ങനെ വരുന്ന വർക്കുകൾ, അങ്ങനെ വേർട്ടിക്കൽ വർക്കുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, ഇതൊന്നും ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇതൊക്കെ നോർമലായിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഈ റഫിൾസ് ഉള്ള ഡ്രസ്സുകൾ, അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ മാക്സിമം ഒഴിവാക്കുക. പ്രത്യേകിച്ച് റഫിൾ സ്ലീവുകൾ അല്ലെങ്കിൽ ഇവിടെയൊക്കെ റഫിൾ വരുന്ന ബ്രൈഡൽ വെയർസ് ഒക്കെ ഉണ്ട്, അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക. കാരണം അതൊക്കെ ഒരു 3D എഫക്റ്റ് ആണ് തരുന്നത്. റഫിൾസ് പറഞ്ഞാൽ ഇങ്ങനെ ചുരുക്കുകൾ, വലിയ പഫ് സ്ലീവുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ വീതി കൂടുതലാണ് തോന്നിക്കുന്നത്. ഒരിക്കലും അങ്ങനത്തെ ഡ്രസ്സുകൾ ബ്രൈഡ്സ് യൂസ് ചെയ്യരുത്. നമ്മൾ ഒരു പൂതി ഉണ്ടെങ്കിൽ, ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, നമ്മൾ അമ്പലത്തിൽ പോകുന്ന ടൈമിലൊക്കെ, അതായത് വെഡിങ്ങിന് രാവിലെ അമ്പലത്തിൽ പോകുമ്പോൾ ഒക്കെ യൂസ് ചെയ്യാനല്ലാതെ വെഡിങ് ടൈമിൽ അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ ടൈമിൽ ഒരിക്കലും അങ്ങനത്തെ ഡ്രസ്സുകൾ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. റഫിൾസൊക്കെ ഉള്ള സ്കേർട്ടൊക്കെ മുകളിൽ മുതലേ അരയുടെ അവിടെ തൊട്ട് ഇങ്ങനെ ചുരുക്ക് വരുന്ന ഡ്രസ്സുകളൊന്നും ഒരിക്കലും യൂസ് ചെയ്യരുത്. അരയുടെ അവിടെയൊക്കെ എപ്പോഴും അംബ്രല കട്ടോ അല്ലെങ്കിൽ പാനൽ കട്ടോ ഉള്ള സ്കേർട്ടുകളോ അല്ലെങ്കിൽ ഗൗണുകളോ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അരയുടെ അവിടെ ചുരുക്ക് വരുന്ന ഡ്രസ്സ് നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്ത് അത് നിങ്ങൾക്ക് അധികം വണ്ണം തോന്നിക്കേ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ സ്കേർട്ടിൻ്റെ താഴെ ഒരു ലെയർ റഫിൾ ആഡ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. സ്കേർട്ടിൻ്റെ താഴെ കുറച്ച് ചുരുക്കം ആഡ് ചെയ്തെന്ന് വിചാരിച്ച് പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ അങ്ങനത്തെ ഒരു ഫാഷൻ ഉണ്ട്, അതായത് താഴെ മാത്രം ഒരു എക്സ്ട്രാ ലെയർ ചുരുക്കം ആഡ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ എന്ന് വിചാരിച്ച് അരയുടെ അവിടെ ഒരിക്കലും നിങ്ങൾ എക്സ്ട്രാ റഫിൾസ് ആഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതാണ് ഒന്ന്. പിന്നെ ഹെവി ജ്വല്ലറീസിലേക്ക് പോകാതെ കുറച്ചുകൂടി സിമ്പിൾ ജ്വല്ലറീസിലേക്ക് പോവുക. ഇതൊന്നും ഞാൻ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അറിയാം. വല്ലാതെ വലിയ ജ്വല്ലറീസൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു അൺഈവൻ ലുക്കാണ് തരുന്നത്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ജ്വല്ലറീസ്, ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള പാറ്റേണുകൾ, ആൻറ്റിക് ജ്വല്ലറീസ്, അങ്ങനത്തെ സംഭവങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ലാസ്റ്റ് ഒരു ടിപ്പും കൂടി പറഞ്ഞ് നിർത്തുകയാണ്. ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, കളർ ചൂസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഡാർക്ക് ഷെയ്ഡ്സിലേക്ക് പോവുക. റെഡ്, ഗ്രീൻ, ബ്ലൂസിൻ്റെ ഒക്കെ ഡാർക്ക് ഷെയ്ഡ്സിലേക്ക് പോവുക. പേസ്റ്റൽ കളേഴ്സോ അല്ലെങ്കിൽ ഓവർ ലൈറ്റ് കളേഴ്സോ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ വടിവുകളെ, വണ്ണത്തിനെ അല്ലെങ്കിൽ മാംസങ്ങളെ അത് എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണുകയാണ് ചെയ്യുന്നത്. അപ്പം മാക്സിമം ഡാർക്ക് ടോണിലേക്ക് പോവുക. എന്ന് വെച്ചാൽ ഒരുപാട് ബ്ലാക്ക് യൂസ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഡാർക്ക് ഗ്രീൻ, മെറൂൺ അങ്ങനത്തെ നമ്മൾ ബ്രൈഡൽ വെയർ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഡാർക്ക് ടോൺസിലേക്കായിരിക്കും കൂടുതലും നിങ്ങൾക്ക് നന്നാവുന്നത്. അപ്പം ഇത്രയാണ് ബ്രൈഡൽ ടിപ്സ് വണ്ണമുള്ള ആളുകൾക്ക്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള നേരത്തെ ബ്രൈഡൽ ടിപ്സിൻ്റെ വീഡിയോസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നതായിരിക്കും, അതൊക്കെ ഒന്ന് പോയി കാണുക. അപ്പം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു, ബൈ.